അങ്ങനെ 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇവിടെ ഈ ആഗ്രയിലെത്തിട്ടോ. നല്ല തണുപ്പാണല്ലോ ഇവിടെ. കണ്ടോ ഇതേ ട്രെയിൻ എന്ന് പറയുന്നത് കൊങ്ങു എക്സ്പ്രസ്. ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് കയറിയതോ. നിസാമുദ്ദീൻ വരെ ഒന്ന് പോകാൻ ആഗ്രഹിച്ചിരുന്നത്. പിന്നെ അത് മാറ്റി ആഗ്രയിൽ ഇറങ്ങിയിട്ട് താജ്മഹലൊക്കെ കണ്ടിട്ട് ഇവിടുന്ന് നേരെ മണാലിക്ക് പോകാമെന്ന് വിചാരിച്ചു. ഈ ഓട്ടോ ഡ്രൈവർമാരും കാർ ഡ്രൈവർമാരൊക്കെ തോറ്റ് പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. എങ്ങനെ 5 കിലോമീറ്ററോ? നടക്കാം. അയ്യോ സമാധാനമായിരുന്നു. അടുത്ത 5 എത്ര എണ്ണ വരുന്നത്? ഇവിടുന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ അങ്ങാണ്ടുണ്ട് താജ്മഹലിലേക്ക്. ഞങ്ങൾക്ക് എന്തായാലും നടന്നു പോകാൻ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇവിടുന്ന് ഇപ്പോൾ 1 മണിക്കൂർ അല്ലേ, 1 മണിക്കൂർ ഏതാണ്ട് ഇവിടെ നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഒരു ഓട്ടോയിൽ പോയി 100 രൂപ. 2 പേർക്കും കൂടി 100 രൂപ. അപ്പോൾ ആദ്യം താജ്മഹൽ കണ്ട് എന്തെങ്കിലും ഇവിടുത്തെ പെട്ടെന്ന് തീർത്ത് കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഡൽഹിക്ക് പിടിക്കണം. തണുപ്പോലെ അതേ ഒരു ഗൈഡാണ് കേട്ടോ. അങ്ങോട്ട് കൊടുത്താള്. ഈ ലഗേജ് ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഈ ബാഗൊക്കെ സൂക്ഷിക്കാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു മനസ്സിലാകുന്നു ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. ഞങ്ങളിത് അവിടെയാണ് കേട്ടോ ബാഗ് സൂക്ഷിച്ചേ. ഇവിടെയാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അവിടെ ഞങ്ങൾ ബാഗ് വെച്ചു. അവിടെ നേരെ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ടിക്കറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ നെറ്റ്വർക്ക് സ്ലോ ആയി. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ബാഗ് വെച്ചിടത്തിലുള്ള പക്ഷേ ഓക്കെ ആസിഫ് ഇതാണ് കേട്ടോ ഞങ്ങൾക്കിത് ടിക്കറ്റ് എടുത്ത് തരുന്നത് ഈ ഓൺലൈൻ വഴി. ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായില്ല. അവിടെ കട എപ്പോഴും ലൈൻ തന്നെയാണ്. നമ്മൾ തീരെ ഒന്നും പോകുന്നൊന്നുമില്ല. അവിടുന്ന് മൂപ്പര അങ്ങനെ റെഡിയാക്കുന്നുണ്ട്. അവിടുന്ന് കിട്ടില്ല കേട്ടോ ടിക്കറ്റ്. അതെന്തൊക്കെയോ എറർ കാണിക്കുന്നു. ഞങ്ങൾ മൊബൈൽ നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ എറർ കാണിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടേക്ക് എടുക്കാൻ വേണ്ടി പോകും, ഗേറ്റിൻ്റെ അടുത്തേക്ക്. കുറേ ശ്രമിച്ചു നോക്കി. ഇതുണ്ടോ 500 റുപ്പീസ് ഒരാൾക്ക് 250 രൂപ. ഉണ്ടോ? ഞങ്ങൾക്ക് താജ്മഹൽ മാത്രമല്ല അതിനെ സംബന്ധിച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി കാണാനുണ്ട്. പറഞ്ഞുപോയി. എങ്ങോട്ടാ പോകുന്നത്? എവിടെയല്ല എൻട്രി വരുന്നത്? दूसरा कौन है? धक्का मार के चलो भैया, चलो आप चलो, धक्का मार के चलो, आप तो चलो आगे बढ़ो बस। भैया टोकन कलेक्ट करो अपना, आगे जाइए।
ഓ എൻ്റെ കയ്യിലൊരു ട്രൈപോഡ് ഉണ്ടായിപ്പോയി, ആകെ കുടുങ്ങി, അത് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ലോക്കറിൽ വീണ്ടും അവിടെ തിരിച്ച് പോയിട്ട് ഇപ്പം കൊണ്ടുവച്ച് ഇങ്ങോട്ട് പോകുന്നതാണ്. അടിപൊളിയാണ് കേട്ടോ, ഇത് കാണേണ്ട കാഴ്ചയുണ്ട്. ഫോട്ടോ എടുക്കുന്നവരാണ് നിങ്ങൾ, ഫോട്ടോ എടുക്കുന്നത് ഈ താജ്മഹലിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കി വെച്ചിട്ട് ഇതൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനും അത് ഇത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ, എന്ത് ഭംഗിയാണ്. എൻ്റെ കൂടെ വന്ന മുന്നോട്ട് നടന്നു പോയി. ഞാൻ അവിടെ ഫോട്ടോ എടുത്തെടുത്ത് നേരം പോയത് അറിഞ്ഞില്ല. നമ്മൾ ഷൂസിനൊക്കെ ഇങ്ങനത്തെ കവർ ഉപയോഗിച്ചിട്ടുണ്ട് ഉള്ളോട്ട് കടത്തി വിടുള്ളൂ. ഉണ്ടോ, ഇതിന് കാശൊന്നും കൊടുക്കണ്ട. അത് വേറെ ഒരു ഇതുണ്ട്, അതിന് കാശ് കൊടുക്കണം. ഇത് ഫ്രീ ആണെന്ന് പറഞ്ഞത്, വാങ്ങുമ്പോൾ വാങ്ങിക്കൊണ്ടുവന്നാ. അത് പൈസ കൊടുത്തില്ലല്ലോ, ഫ്രീ അല്ലേ? ഇല്ല കണ്ടോ നിങ്ങൾ? എൻ്റെ അമ്മ, കേട്ടോ. ഈ താജ്മഹലിനെ കുറിച്ചിട്ട് അധികം ഒന്നും പറയണ്ടെന്നല്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതെല്ലാവർക്കും അറിയാമല്ലോ താജ്മഹലിനെ കുറിച്ചിട്ട്. അതായത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പത്നി മുംതാസ് മഹലിൻ്റെ സ്മരണയ്ക്കായിട്ട് നിർമ്മിച്ചതാണെന്നൊക്കെ. ഇത് ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന ഈ താജ്മഹൽ ലോക മഹാത്ഭുതങ്ങളിൽ തന്നെ ഒന്നാണ് കേട്ടോ. നമ്മളിപ്പം കാണുന്ന ഈ താജ്മഹൽ, ഈ താജ്മഹൽ പൂർണ്ണമായും വെണ്ണക്കല്ലിലാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 22 വർഷം എടുത്തെന്നാണ് പറയുന്നത്. 22 വർഷം, അതായത് ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ ഏതാണ്ട് 22 വർഷം എടുത്തെന്നാണ് പറയുന്നത്. കൂടാതെ 1983 ലോക പൈതൃക സ്ഥലങ്ങളുടെ യുനെസ്കോയുടെ പട്ടികയിൽ ഈ താജ്മഹൽ ഉൾപ്പെടുന്നുണ്ട്. എന്തൊക്കെ ഭംഗിയില്ലേ. രാവിലെ ഒന്നും അധികം ആളിയാണ് കേട്ടോ, അപ്പം ഒരുപാട് ആൾക്കാരുണ്ട്. ഉണ്ടോ, ഇതൊരു ബസ് സ്റ്റേഷനാണ് കേട്ടോ, കാശ്മീരി ഗേറ്റിലുള്ള, അതായത് മെട്രോ സ്റ്റേഷനടുത്തുള്ള ISBT. ഞങ്ങളിപ്പം മണലിലേക്കുള്ള ബസ് കാത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ സിംഗ് ബസ്സിലാണ് കേട്ടോ ബുക്ക് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി നല്ല വൃത്തിയുള്ള ബസ്സാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് എത്ര വരുന്നതെന്ന് വെച്ചാൽ ഏതാണ്ട് 1500 രൂപേൻ്റെ ഉള്ളിലാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ആയത് ഒരാൾക്ക്. ഇനി നാളത്തെ പ്രഭാതം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ മണാലിയിലായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ.